അപ്പോൾ ദേ ഒരു ഉച്ചത്തോർച്ചയുണ്ട് കേട്ടോ. ഇതൊരു കാടാണ്. നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങാനായിട്ട് ഫുള്ള് കാട് കയറി. നമ്മുടേതാ ഈ ജാതി ഒരു കാട്ടിലാണ് നിൽക്കണേ. അപ്പോൾ ഞാനിവിടെ വെട്ടി തെളിച്ചിങ്ങോട്ട് കയറി ഒരു വട്ടം ചെയ്തേ. അപ്പോൾ ഇതേ വാക്കത്തിയൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ അങ്ങനെ ശ്രദ്ധ കിട്ടാറില്ല. നമ്മൾ അടുത്തുള്ളിടത്തൊക്കെ ഇച്ചിരി കാടും പള്ളിയൊക്കെ ചെത്തി അതിന് മറയിടുന്നല്ലാണ്ട് ഇതിനൊന്നും അങ്ങനെ കിട്ടാറില്ല കേട്ടോ. പിന്നെ കാറ്റത്ത് മരമൊക്കെ വീണത് അതുണ്ടോ, അതിൻ്റെ ഇലയൊക്കെ കമ്പൊക്കെ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് എന്തായാലും ഇന്ന് അത്യാവശ്യം കുറച്ച് ഉച്ചയ്ക്ക് കിട്ടിയില്ല. അപ്പോൾ ഈ കാടൊക്കെ ഒന്ന് വെട്ടി ഇത്തിരി മണ്ണൊക്കെ ഇട്ട് ചാണകപ്പൊടിയും കൂടെ ഇടണമെന്നുണ്ടാകും. പക്ഷേ ചാണകപ്പൊടി ഇവിടെ എടുത്തുകൊണ്ട് വരാനുള്ള കപ്പാസിറ്റി ഇല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഫുള്ള് ചക്കയൊക്കെ വീണ് തെറ്റിന് തെറിച്ച് കിടക്കുക. അതുകൊണ്ടിട്ട് അപ്പോൾ ഉള്ള സമയം കൊണ്ട് പറ്റാതെ ചെയ്യാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ പാമ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഞാൻ ഈ കാടൊക്കെ പതിയെ ഒന്ന് കണ്ടിച്ചാണ് ഇങ്ങോട്ട് കാട് കയറാൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ മഴക്കാലത്ത് ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങണില്ല. ഫുള്ള് മഴ കാര്യങ്ങളായിട്ട് കിടക്കുമല്ലേ. ജാതികളൊക്കെ ചോട് നിൽക്കണ എങ്ങനെയാണെന്ന് എനിക്ക് കാര്യമായിട്ട് യാതൊരു ഗ്രാഹ്യമില്ല. എന്നാലും ചോട്ടിലുള്ള പുള്ളിയും ചെത്തിച്ചിട്ട് മണ്ണൊക്കെ ഇളക്കിയിട്ട് കൊടുക്കണം. അത്രയൊക്കെ ഉണ്ടല്ലോ, അതനുസരിച്ച് നമ്മൾ ചെയ്യണം. ഈ സമയത്ത് ചെയ്താലും പെട്ടെന്ന് കാടൊക്കെ കയറും. മഴയല്ല, എന്നാലും കാട് കയറി എല്ലാം മൂടി കിടക്കുമ്പോൾ നമുക്കൊരു സമാധാനക്കേടില്ല. ഇന്നലെ രാത്രി എല്ലാം പെയ്ത്തായിരുന്നു അല്ലേ. ഇന്നലെ രാത്രി ഇങ്ങോട്ട് ഭയങ്കര പെയ്ത്തായിരുന്നു ഇഷ്ടം. അപ്പോൾ ഞാനോട് ഇന്ന് അവധിയൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ രാവിലെ നേരം വിളിച്ചപ്പോൾ വലിയ മഴയൊന്നും അങ്ങനെ പെയ്തില്ല. ഇത് കണ്ടിട്ട് ആരും പറയണ്ട, ഇവിടെ പറമ്പിലൊക്കെ ഫുള്ള് കാടുണ്ട്. ഞാൻ ഈ ജാതിയുടെ ചോട് ജസ്റ്റ് ഒന്ന് തെളിക്കുന്നുള്ളൂ. അപ്പോൾ ജാതിയുടെ ചോട് വീഡിയോയ്ക്ക് വേണ്ടി തെളിച്ചോളൂ. പറമ്പിൽ ഫുള്ള് കാടുണ്ടല്ലോ എന്നൊക്കെ പറയും. ഇപ്പോൾ തന്നെ ഇവിടെ തെളിക്കാനൊന്നും എൻ്റെ പരിപാടിയൊന്നും നടക്കില്ല. ഇത്രയൊന്നും ആഹാരം മഴ പെയ്യാണ്ടിരുന്നുകൊണ്ട് ഇനി നല്ല അടിപൊളി മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ പരിപാടി ഒന്ന് ചേർത്ത് ഞാൻ വേഗം പോകും. അപ്പോൾ ഞാൻ ജാതിയുടെ ചുറ്റുമുള്ള കാടൊന്ന് ചെത്തി മാറ്റിയിട്ടുണ്ട് കേട്ടോ. വലിയ കിളയ്ക്കാനൊന്നും പോയില്ല. ഇനി ജാതിയുടെ വേര് മുറിഞ്ഞു പോവുമോ, ചിലതിന് കിളയ്ക്കണം ചിലതിന് കിളയ്ക്കണ്ടെന്നൊക്കെ ഉണ്ടല്ലോ. ഇത് ഏതാണെന്ന് എനിക്ക് കറക്റ്റൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് ചോട്ടിലുള്ളത് അങ്ങ് പറിക്കുക ചെയ്തേ, ചെത്തിയൊന്നുമില്ല. ബാക്കിയൊന്ന് ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളൊന്ന് അപ്പുറം ഇപ്പുറമൊക്കെ നന്നായിട്ട് കാടുണ്ടേ. അപ്പോൾ പെട്ടെന്ന് ഇപ്പം ഞാൻ ഇത്രയും ഭാഗം ചെത്തിയാലും പെട്ടെന്ന് കാട് കയറി വരുമല്ലോ. അപ്പോൾ ഈ ചുറ്റുമുള്ളതൊന്ന് വെട്ടി ഒന്ന് ഒതുക്കുവാണെങ്കിൽ അത്ര പെട്ടെന്ന് കാടങ്ങ് കയറി വരില്ലല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് സൈഡിലുള്ളതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കുക കേട്ടോ. ഇതിൻ്റെ ചോട് കറങ്ങി കിടക്കണ ഇളക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോകുക. അതുകൊണ്ട് പിന്നെ ചോട് കളിക്കാണ്ട് ഇപ്പുറത്തുനിന്ന് മണ്ണ് വെച്ചിട്ട് വേണം. അടുത്ത മഴ പെയ്യുമ്പോൾ മണ്ണൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് പോകുമെന്ന് പറയത്തില്ല. അപ്പോൾ അത്യാവശ്യം ഒന്ന് പുല്ലും ചട്ടി മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം ഇറങ്ങി വരുമ്പോൾ ഇതിലേക്ക് ചാണകപ്പൊടി കൊണ്ട് ഇറങ്ങി ഒന്ന് ചോട്ടിലിച്ച് ചാണകപ്പൊടി കൊണ്ടുവരും. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ ചോടൊക്കെ ഒന്ന്
ഒത്തിരി അങ്ങ് കാട് ചുറ്റുമുള്ള കാടൊക്കെ കളഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം തിട്ടുപോലെ മണ്ണും എടുത്തിട്ടുണ്ട്. അടുത്ത മഴയത്ത് ഒഴുകി പോകുന്ന അറിയില്ല. അതേ മഴക്കാറ് വെച്ച് കയറിയിട്ടുണ്ട്. തുണി ഇട്ടേക്കുക മുറ്റത്ത്. അപ്പോൾ ഞാൻ പോവാം.